ഓക്കെ, നമ്മുടെ ടാസ്ക് ലിസ്റ്റ് 1-ലെ 6th പോയിൻറ്റിനെ കുറിച്ചാണ്. ഇൻക്ലൂഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ബോക്സ് ഡിസൈൻ ഓഫ് പാക്കേജ്, ആക്റ്റീവ് സർവീസസ് ആൻഡ് അപ്കമിങ് സർവീസസ്, അല്ലെങ്കിൽ എക്സ്ട്രാ സ്പേസ് കളയുക എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. ശരിക്കും ആ ഒരു റിക്വയർമെൻറ്റും അതേപോലെ നമ്മുടെ ടാസ്ക് ലിസ്റ്റ് 2-ലെ സെക്കൻഡ് റിക്വയർമെൻറ്റ്, മേക്ക് ഷുവർ ദ ടൈറ്റിൽ, സെല്ലർ നെയിം, പ്രൈസ് എക്സെട്ര ആർ കറക്റ്റ് ഇൻ പാക്കേജ് ലിസ്റ്റിങ്സ്. ഇത് രണ്ടും സെയിം ആണ്, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ടാസ്ക് ലിസ്റ്റിലെ 1-ലെ 6th പോയിൻറ്റും ലിസ്റ്റ് 2-ലെ സെക്കൻഡ് പോയിൻറ്റും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിലെന്താ ഇനി ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ കസ്റ്റമർ ലോഗിൻ ചെയ്യുക. അതിലെ സെക്കൻഡ് മെനു ഐറ്റം, അതിൽ കാറ്റഗറീസ് എന്നുള്ള ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, നമ്മളെ ഫോമിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ ആ ഒരു സ്ക്രീൻ, അത് വന്നു. അതിൽ ടോപ്പിൽ ടൈപ്പ് വന്നു. അതേപോലെ തന്നെ ഓരോ ടൈപ്പിൻ്റെ കാറ്റഗറികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ടൈപ്പിൽ പ്രസ് ചെയ്യുമ്പം അതിൻ്റേതായ കാറ്റഗറികളിൽ ലിസ്റ്റ് ആകുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ സൈഡ് ഡിഷസ്, അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അതിൽ കണ്ടോ 13 എന്ന് കാണിക്കുന്നത്. എൻ്റെ ഇമേജ് അതിൻ്റെ സബ് കാറ്റഗറിയാണ്. സൈഡ് ഡിഷസ് എന്നുള്ളതിൻ്റെ സബ് കാറ്റഗറി ആയിരുന്നു ഇവിടെ വരേണ്ടത്. പക്ഷേ അതിൻ്റെ ഇമേജ് കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ 13 കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫോമിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ആ ഒരു സെയിം ഇഷ്യൂ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ആ ഒരു പോയിൻറ്റിൽ മാറ്റം വരുത്തേണ്ട, ടെക്സ്റ്റിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ പറയാം. ആദ്യം പറഞ്ഞ പോലെ സബ് കാറ്റഗറി നെയിമാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി ഞാൻ നോർത്ത് ഇന്ത്യൻ എന്നുള്ള കാറ്റഗറി പ്രസ് ചെയ്തു. അതിൽ ഏറ്റവും ലാസ്റ്റ് ഐറ്റം പൈനാപ്പിളിൻ്റെ ഇമേജ് ഉള്ളത് അതെടുത്തു. അപ്പോൾ അത് സബ് കാറ്റഗറി ആയിരുന്നു. അതിലെ ഒരു പാക്കേജ് ഇവിടെ വന്നു. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ ടൊമാറ്റോ എന്നുള്ള വേഡ്, അതുപോലെ പ്രൈസിങ്, ഇതിൽ ഈ ടൊമാറ്റോ എന്നുള്ള കറക്റ്റാണ്. ആ ടൊമാറ്റോയുടെ ഇമേജ് കറക്റ്റാണ്. ആ പ്രൈസിങ്, ഓഫർ സെല്ലിംഗ് പ്രൈസും അതുപോലെ ഒറിജിനൽ പ്രൈസുമാണ് വന്നേക്കുന്നത്. 45-ഉം 50-ഉം വന്നേക്കുന്നത്. അതും കറക്റ്റാണ്. പക്ഷേ സീറോ ക്ലെയിം എക്സ്ക്ലൂസീവ് പാക്കേജ് എന്നുള്ള ടൈറ്റിൽ അത് തെറ്റാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂവിലേക്ക് പോകാം. ഇതുണ്ടല്ലേ, ഇവിടെ ഏറ്റവും ആദ്യം സെല്ലർ നെയിം വന്നു, അത് കറക്റ്റാണ്. പ്രൊഡക്റ്റ് നെയിം വന്നു, കറക്റ്റാണ്. പിന്നെ കേരള ഇന്ത്യ, എനിക്കൊന്നത് അഡ്രസ്സായിരിക്കും. അതൊക്കെ കറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റോങ് ആയിട്ട് വരുന്ന സീറോ ക്ലെയിം എക്സ്ക്ലൂസീവ് പാക്കേജ്, അതിന് പകരം എനിക്ക് തോന്നുന്നു സെല്ലറുടെ നെയിം തന്നെ അവിടെയും വരുത്താം. അതേപോലെ താഴെ പ്രൈസിങ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസാണ് ഞാൻ നമുക്കത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നുകിൽ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കൊണ്ടുവന്ന് മാറ്റാൻ പറ്റണം. അല്ലെങ്കിൽ ആ സ്പേസ് അല്ലാതെ തന്നെ ഭംഗിയായിട്ട് ബോക്സ് ഡിസൈൻ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാൻ പറ്റണം. ഇപ്പോൾ ആ ബോക്സ് ഡിസൈനിൽ അതിൻ്റെ കോർണേഴ്സൊക്കെ വന്നേക്കുന്നത്, കർവ്ഡായിട്ട് വന്നേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. അതങ്ങനെ തന്നെ വേണം. അതുപോലെ ഐക്കൺ, നമ്മളുടെ ഫേവറേറ്റ്സ് ഐക്കൺ വരുന്നുണ്ടല്ലോ, ഹേർട്ടിൻ്റെ സിമ്പിളൊക്കെ ഉള്ള, അതൊക്കെ കറക്റ്റ് നന്നായിട്ട് ഉണ്ട്. അത് അതുപോലെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ആ സ്പേസ് നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം, മാനേജ് ചെയ്യണം. കൂടുതൽ ഡേറ്റ വരാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു, കൂടുതൽ ഡേറ്റ കൊടുക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സെല്ലറുടെ നെയിം കറക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ വേണേൽ ടാഗ്, അതായത് വാട്ട് ഈസ് ഇൻസൈഡ് എന്നുള്ള ഇതുണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പോസ്റ്റഡ് അണ്ടർ പിന്നെ ടാഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഓർഡേഡ് സ്ക്രീൻ, അത് സെല്ലറിൻ്റെ ലോഗിനിൽ കയറണം. അവിടുത്തെ ഓർഡേഡ് സ്ക്രീനിൽ നമുക്ക് അവിടെയുണ്ട് സ്പേസ് ഇഷ്യൂ ഉണ്ട്. ഞാനിപ്പം സെല്ലറിൻ്റെ ലോഗിനിൽ കയറി. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതുപോലെ ആ ഒരു ഓർഡർ ഡീറ്റെയിൽസ്, ആക്റ്റീവ് ഡീറ്റെയിൽസ്, അപ്കമിങ് സർവീസസ് എന്നുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അത് വരുമ്പം നമുക്കറിയാൻ പറ്റും അതിൽ സ്പേസ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ബോക്സ് ആക്കിയെന്ന് മാറ്റിയാൽ മതി. സ്പേസൊക്കെ മാറ്റി ഫോണ്ടൊക്കെ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തു, നല്ലൊരു കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടൊന്ന് അങ്ങനെയൊന്ന് ആക്കിയാൽ മതി അത്. ഓക്കെ, ഞാൻ വീണ്ടും കസ്റ്റമർ ലോഗിനിലാണ്. ഇനി പറയുന്നത് ആ ടാസ്ക് ലിസ്റ്റ് 2-ലെ സെക്കൻഡ് പോയിൻ്റ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് കാറ്റഗറീസ് എടുക്കുന്നു, അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ്സ് എടുക്കുന്നു, നോർത്ത് ഇന്ത്യൻ എടുക്കുന്നു, ആ ഡിഷ് എടുക്കുന്നു. ഓക്കെ, ഇതിൽ കണ്ടില്ലേ, അതായത് ഓക്കെ ടൈറ്റിലിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രൈസിങ് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട്, അതായത് ₹45, അത് ₹RS പകരം നമുക്ക് ആ റുപ്പി ഐക്കൺ ഉണ്ടല്ലോ, നമുക്ക് റുപ്പി ഐക്കൺ ഉണ്ടല്ലോ, അത് കൊടുക്കണം. അതുപോലെ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് 50, അതിന് മുന്നേയും ആ ഒരു ഐക്കൺ വേണം. അതുപോലെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കണം എപ്പോഴും
അതായത് 45 എന്നുള്ളത് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അത് അട്രാക്റ്റീവായിട്ട് കാണിക്കണം, നല്ല സ്റ്റൈലായിട്ട്. ഇപ്പോൾ ആ ഒരു ഐക്കൺ, ഹെർട്ടിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ സൈഡിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ സെല്ല് ചെയ്യുന്ന പ്രൈസ് നമ്മൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ കിട്ടുന്ന രീതിയിൽ അത് സ്റ്റൈലായിട്ട് കൊടുക്കണം. ആ ബോക്സ് നല്ലൊരു ഭംഗിയായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ടാസ്ക് ലിസ്റ്റ് 1-ലെ 6-ാമത്തെ പോയിൻറ്റും ടാസ്ക് ലിസ്റ്റ് 2-ലെ സെക്കൻഡ് പോയിൻറ്റും ഇത് ഒരുമിച്ച് നമുക്ക് ഡിസൈനിൽ മുകളിലെ മാറ്റങ്ങളായതുകൊണ്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ്, നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന പാക്കേജ് ലിസ്റ്റിംഗ്, ആ ഒരു ബോക്സ് മാക്സിമം ഭംഗിയാക്കാനൊന്ന് ശ്രമിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ.